ഗുഡ് ഈവനിങ്. പുലരും മുൻപ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് ജാമ്യം നിഷേധിച്ച് കൽത്തുറുങ്കിലടച്ചിട്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രാഷ്ട്രീയ വൈരം തീർന്നില്ലേ ഭരണകക്ഷിക്ക്? ഗുരുതരമായ അസുഖ ലക്ഷണമുണ്ടെന്ന ഡിസ്ചാർജ് സമ്മറി ഷീറ്റിനെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് വിളിച്ചത് പാർട്ടി സെക്രട്ടറി. പൊതുമുതൽ നശിപ്പിച്ചതിനും പബ്ലിക് സർവന്റിനെ മുറിവേൽപ്പിച്ചതിനും കേസ് ചാർജ് ചെയ്തത് മനസ്സിലാക്കാം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ അഴിക്കുള്ളിലാക്കിയിട്ട് നുണപ്രചരണങ്ങൾ നടത്തുന്നത് എന്തിനാണ്? വ്യാജ ID കേസിൽ നിലവിൽ തെളിവുകളില്ലാതിരിക്കുമ്പോഴും ആക്ഷേപഹാസ്യ വിമർശനം എന്തിന്? പിണറായി വിജയനെ വിമർശിച്ചാൽ കേസെടുത്തും പരിഹസിച്ചും ഭസ്മീകരിച്ചു കളയാമെന്നാണോ? മറിച്ച് സ്വാഭാവികമായ നിയമ നടപടിയുടെ പേരിൽ രാഷ്ട്രീയ ലാഭം നോക്കി തുടർ സമരങ്ങൾ നടത്താൻ മാത്രം അസ്വാഭാവികത എന്തുണ്ട് ഈ കേസിൽ? 4ാം പ്രതി അറസ്റ്റിലായപ്പോൾ 1ാം പ്രതി പ്രതിപക്ഷ നേതാവിനെതിരെയാണ് അടുത്ത നടപടിയെന്ന സൂചനയാണോ? ചോദ്യം ഇതാണ്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണോ പിണറായി പോലീസ്? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി V വസീഫ്, MSFന്റെ പ്രതിനിധി ഫാത്തിമ തഹ്ലിയ, രാഷ്ട്രീയ നിരീക്ഷകനായ N ശ്രീകുമാർ, കോൺഗ്രസ് നേതാക്കളെ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം V വസീഫിലേക്ക്. V വസീഫ്, ഇന്നിപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കള്ള സർട്ടിഫിക്കറ്റ് കാണിച്ച് ജാമ്യം നേടാൻ ശ്രമിച്ചുവെന്ന്. ഏതു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കള്ള സർട്ടിഫിക്കറ്റ് എന്ന് വിളിച്ചാക്ഷേപിച്ചത് ശ്രീ V വസീഫ്? അരുൺ, ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനൊരു യുവജന സംഘടനയുടെ നേതാവിനെ ഒരു സമരത്തിൻ്റെ പേരിൽ, സമരത്തിൻ്റെ മറവിൽ അക്രമം നടന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തതിനെ വലിയ ആഘോഷമാക്കി ഇപ്പോൾ നടക്കുകയാണ്. അത് ആ രീതിയിൽ പോകട്ടെ. ഇവിടെ എൻ്റെ കയ്യിലുള്ള ഒരു രേഖ, ഇത് ഈ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവാണ്. തിരുവനന്തപുരത്തെ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ്. അതിനകത്ത് കോടതി തന്നെ ഒരു സംശയം പ്രകടിപ്പിക്കുക. ഇറ്റ് ഈസ് എ patient to note that there is nothing discernible from the discharge summary that which hospital the petitioner was admitted. The name and seal of the hospital was not discernible from the discharge summary. സിംറ്റോമാറ്റിക്കലി ബെറ്റർ ആൻഡ് ഹിസ് വൈറ്റൽ വെയർ ഈസ് സ്റ്റേബിൾ എന്ന് വേറെയും വരുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. കോടതി പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞതല്ല. സാധാരണ ഇതൊക്കെ പൊക്കിപ്പിടിച്ച്, ഇതൊക്കെ പൊക്കിപ്പിടിച്ചും പൊക്കിപ്പിടിക്കാതെയും ആർക്കെതിരെയും ആക്ഷേപം ഉന്നയിക്കുന്ന ആക്ഷേപഹാസ്യങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നല്ലോ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആള്. എന്തൊക്കെയാ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് സാധാരണ വരിക? ഇതിപ്പോ കേരളത്തിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ പ്രചരണം എന്നൊക്കെ പറയുന്നത് കോടതിയുടെ ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ പറയുന്നത്. ഇത് മാത്രമല്ല, സാധാരണ ഹോസ്പിറ്റലിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ സ്വാഭാവിക പേഷ്യന്റിന് കൊടുക്കുന്നതാണ്. അത് ഏതെങ്കിലും കോടതിയിൽ സമർപ്പിക്കാൻ ഉദ്ദേശിച്ച് കൊടുക്കുന്നതല്ല. ഇന്നിപ്പോൾ സെഷൻസ് കോടതിയിൽ അതേ ഡിസ്ചാർജ് സമ്മറി ഷീറ്റ് കിംസ് ഹോസ്പിറ്റലിന്റെ സീലോടുകൂടി, ആ ഹോസ്പിറ്റലിന്റെ പേരോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട്. അതേ ഡിസ്ചാർജ് സമ്മറി ഷീറ്റ് ഒരു ഭാഗം പോലും മാറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് എന്ന് കോടതി നിഗമനത്തിലെത്തിയെന്ന് വസീഫ് പറയുന്നത് എന്തിനാണ്? അത് കള്ളമല്ലേ? അങ്ങനെ ഒരു നിഗമനം കോടതിക്കില്ല. സീലും പേരുമില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ല, കോടതി പോരെ? അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിക്കില്ലേ? അതൊരു സംശയമായിട്ട് ഉന്നയിക്കുന്നതിന് തെറ്റാണോ? ഇവർക്കൊക്കെ എന്തും വിളിച്ചു പറയാം. ഇങ്ങനെ ഒരു കോടതിയിൽ നിന്നൊരു ഓർഡർ വന്ന് ഈ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഈ ഞങ്ങൾക്കാർക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല എന്നാണോ? ഇതൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു എവിഡൻസ് അല്ലേ ഒരു കേസിനകത്ത്? ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെയാണ് ഇദ്ദേഹം കൂട്ടുകാരൊത്തിച്ച് കലോത്സവ വേദിയിൽ പാട്ടുപാടി താളം പിടിക്കുന്നതിന്റെ വീഡിയോ വന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, കേരളത്തിൽ അസുഖമുണ്ടെങ്കിൽ പോയാലൊന്നുമല്ല, അയാൾ മറ്റൊരു പാർട്ടി ചടങ്ങിൽ പോയാൽ ജാമ്യം നിഷേധിക്കാൻ ആവശ്യമായ തരത്തിൽ അസുഖബാധിതനാണ് എന്ന വസ്തുത എങ്ങനെ ഇല്ലാതാക്കും ശ്രീ V വസീഫ്? അദ്ദേഹം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിന് റെസ്റ്റ് വിധിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹം റെസ്റ്റിൽ പങ്കെടുക്കാതെ ആ പാഷനോട് കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്നാണ് KC വേണുഗോപാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. V വസീഫ്, അല്ല, ഞങ്ങൾ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ നടക്കാം. ജാമ്യം കിട്ടാൻ വേണ്ടി, അതായത് ജയിലിൽ പോകാൻ മടിയും പേടിയും കാരണം
എല്ലാ കാരണങ്ങളും കൊണ്ടുവന്ന് അതിന്റെ രേഖകളൊക്കെ ഹാജരാക്കി ഇങ്ങനെ അപഹാസ്യനാവണോ എന്ന് ഞങ്ങളും ചോദിച്ചിട്ടുള്ളൂ. അതിലാണ് ഇപ്പൊ ഇന്നലെ കോടതിയിൽ നടന്ന സംഭവം പറയുന്നത്. പുറകിൽ നിന്ന് ആരോ രണ്ട് അല്ലാതെ എങ്ങനെയാ നിങ്ങളിപ്പോ ഇതൊരു ക്രൂരതയില്ല ഇതിനകത്ത്. ആശുപത്രി കൊടുത്തൊരു ഡിസ്ചാർജ് സമ്മറി അല്ലല്ലല്ല 3-ാം തീയതിയാണ് ഈ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ജനുവരി 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ കിംസ് ഹോസ്പിറ്റലിലെ ഇൻ പേഷ്യന്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിന് എന്താണ് ഡയഗ്നോസിസ് ചെയ്തതെന്ന ഡിസ്ചാർജ് സമ്മർ ഷീറ്റിലുണ്ട്, അങ്ങയുടെ കയ്യിലുണ്ടാകുമെങ്കിൽ. അതിൽ പറയുന്ന TIA, അതായത് ഇടയ്ക്കിടയ്ക്ക് പക്ഷാഘാതം വന്നു പോകുന്ന, റിക്കറൻ്റ് ആയിട്ട് ഒരുപക്ഷെ പാരാലിസിസിലേക്ക് നയിച്ചേക്കാവുന്ന രീതി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചു എന്നതിലാണ് എനിക്ക് സങ്കടം. ഈ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ ആ ഡിസ്ചാർജ് സമ്മറി ഷീറ്റ് കൊടുക്കും. 6-ാം തീയതിയാണ് ഡിസ്ചാർജ് സമ്മറി ഷീറ്റ് കൊടുക്കുന്നത്. അറസ്റ്റ് നടക്കുന്നതാവട്ടെ 8-ാം തീയതിയാണ്. അപ്പോൾ 8-ാം തീയതി അറസ്റ്റ് നടക്കുമെന്ന് കരുതി 6-ാം തീയതി തന്നെ ഡിസ്ചാർജ് സമ്മറി ഷീറ്റിൽ ഈ ആശുപത്രിയുടെ സീല് വാങ്ങണ്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് കോടതിയിൽ കൊടുത്തത്. ഇന്നിപ്പോൾ അതാണ് സെഷൻസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. വി വസീഫ്, ഒരു അസുഖബാധിതനായ രാഷ്ട്രീയ നേതാവിനെ ആ രീതിയിൽ അപഹസിക്കുന്നത് ശരിയാണോ? അതാണ് എൻ്റെ ചോദ്യം. വി വസീഫ്, അല്ല, ഞങ്ങൾ അസുഖത്തെയോ ആരെയും വ്യക്തിപരമായിട്ടോ ഒന്നും ആക്ഷേപിക്കാനില്ല അരുണേ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ കേരളത്തിനകത്ത് ഈ ജാമ്യം എടുക്കാൻ വേണ്ടി ഇതിനേക്കാളും കുറച്ചധികം പ്രായമുള്ള ആളുകളെ കുറിച്ച് ഈ പറയുന്ന മഹാൻ തന്നെ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങളുടെ ചാനൽ തന്നെ പലതവണ വളരെ താല്പര്യത്തോടു കൂടി പ്രക്ഷേപണം നടത്തിയത് നമ്മളൊക്കെ കണ്ടതാണ്. ഞങ്ങളുടെ കയ്യിലൊക്കെ അതൊക്കെ ഉണ്ട്. അന്നൊക്കെ പറയുന്നതും അതും RSSുകാർ ക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് ശാരീരിക അവശതകൾ പൂർണ്ണമായിട്ടുമുള്ള ഒരാൾ, ഈ ഇവിടെ ജീവിക്കുന്നത് തന്നെ അത്ഭുതമായിരിക്കുന്ന ആള്, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഇവരിങ്ങനെ പറയുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും ഏതെങ്കിലും ചാനലിൽ നിങ്ങൾ ഇങ്ങനെ പറയാമോ എന്ന് ആരെങ്കിലും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല, ചോദിക്കൂല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. മാധ്യമവും ഉത്തരവാദികളൊന്നുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതേ നിലവാരമല്ലല്ലോ സംസ്ഥാനത്തെ CPS സെക്രട്ടറി ഉള്ളത്, ശ്രീ വി വസീഫ്. അല്ല, CPM സെക്രട്ടറിക്ക് ഇപ്പോൾ വന്ന ഈ പറയുന്ന റിപ്പോർട്ടൊന്നും ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. ഞങ്ങളെ കയ്യിൽ രാവിലെ മുതൽ ഞങ്ങൾക്ക് കിട്ടിയത് ഈ പറയുന്ന ജാമ്യം തള്ളിയിട്ടുള്ള കോടതിയുടെ ഓർഡറാണ്. ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് തന്നെ ആയിരിക്കും CPMന്റെ സംസ്ഥാന സെക്രട്ടറി സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും ഞാൻ നെഞ്ചുവേദന ഉണ്ടെന്ന് പറയില്ല, ഞാൻ ധൈര്യസമേതം ജയിലിൽ പോകും, ജയിലിലാണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറുള്ളവർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് വീരവാദം പറയുന്ന ഒരാള് ജാമ്യം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചു. അത് ഇതാ കോടതി തന്നെ രേഖാമൂലം പുറത്തുവിടുന്നു. അങ്ങനെ പുറത്തുവിടുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അദ്ദേഹം എന്താണ് പറയുന്നത്? 6-ാം തീയതി, ഇക്കഴിഞ്ഞ ജനുവരി 3-ാം തീയതിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നതും ഈ അസുഖം ഡയഗ്നോസിസ് ചെയ്ത് ഡിസ്ചാർജ് സമ്മറി ഷീറ്റിൽ ആ പേര് വരുന്നതുമെല്ലാം. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് താൻ അസുഖബാധിതരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇനി അസുഖബാധിതരാണെങ്കിലും അദ്ദേഹം ഇതിനു മുൻപ് എല്ലാ ഘട്ടങ്ങളിലും അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട്. വ്യാജ ID കേസിൽ പോലീസിന്റെ മുന്നിൽ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തല ഉയർത്തിപ്പിടിച്ചാണ് പോയത്. ഒരു നെഞ്ചുവേദനയും അദ്ദേഹം പറഞ്ഞില്ല. അന്നാണ് ആ മാധ്യമങ്ങളോട് അദ്ദേഹം അത് പറയുന്നത്. നെഞ്ചുവേദന വരുന്നത് മറ്റു ചിലർക്കാണ് എന്നത് അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. 6-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് ഡിസ്ചാർജ് സമ്മറി ഷീറ്റിൽ അസുഖലക്ഷണം ഉണ്ടെന്ന് കണ്ടെത്തിയ ഒരു പേഷ്യന്റാണ് ഇദ്ദേഹം. അരുണ, ഇനി ഞാൻ പറഞ്ഞോട്ടെ, പറയാലോ? ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് സമ്മറി ഷീറ്റോ ഒന്നുമില്ല. ഞങ്ങളുടെ മുമ്പിൽ എൻ്റെ മുമ്പിലുള്ളത് ഇപ്പോഴും ഉള്ളത് ഈ ബെയിൽ തള്ളിയ ഉത്തരവാണ്. ആ ഉത്തരവിനകത്ത് പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ വായിച്ചത്. അതുമാത്രമല്ല, ഇന്നലെയും നിങ്ങളൊക്കെ കാണിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന് അസുഖമില്ല ഈ കോടതി പറഞ്ഞു. അതുപോലെ തന്നെ വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു. അപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകളൊക്കെയാണ് നമ്മളടുത്തുള്ളത്. ഇദ്ദേഹം 4-ാം പ്രതിയായിട്ടുള്ളൊരു കേസാണ്. അതിൽ 1 മുതൽ 3 വരെയുള്ള കേസിലെ പ്രതികൾ MLA-മാരാണ്. ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്തു, അവർ റിമാൻഡിലാണ്. ആ സമയത്താണ് ഇവരെ 28 മുതൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് 1ഉം 2-നൊക്കെ അറസ്റ്റ് നടക്കുന്നുണ്ട്. ഈ പറയുന്ന കക്ഷി കഴിഞ്ഞ 4 ദിവസം കിംസിൽ അഡ്മിറ്റ് ആണ് എന്ന് നിങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ സംശയിക്കുക? അങ്ങനെ സംശയിച്ചൂടെ? ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മാത്രമേ സംശയിക്കാൻ പറ്റൂ. സംശയിക്കും അരുണേ, സ്വാഭാവികമായിട്ടും സംശയിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരാൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ ഇൻട്രോയിൽ പറയുന്നു ഒരു തെളിവുമില്ല, വ്യാജരേഖ ചമച്ചതിന് തെളിവില്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇന്നും നിങ്ങൾ ഈ പത്രക്കാർ പോയിട്ട് ഒരു മൈക്ക് കൊടുത്തു നോക്ക്. എന്താ പറയാ? കേരളത്തിലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പറയില്ലേ?
ഒരു തർക്കമില്ല, പറയും. ഈ പിണറായി വിജയനെതിരെ പറയില്ലേ? പിണറായി വിജയനെതിരെ തെളിവുണ്ടോ? അല്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ എന്തൊക്കെ ആക്ഷേപ പറയും? അല്ല, ഒറ്റ മിനിറ്റ്, ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു വല്ലാത്ത നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനാൽ ഇല്ല, ഇതൊരു ആക്ഷേപമല്ലല്ലോ. ഞങ്ങളെ കയ്യിലുള്ളത് വെച്ചിട്ടല്ലേ പറയുന്നത്. ഇതല്ലേ ഞാൻ വായിച്ചതല്ലേ ഇത്. നിങ്ങളിപ്പോ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളാണ്. ഈ നിമിഷം വരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് കേസിൽ ഉൾപ്പെടുത്താവുന്ന ഒരു തെളിവ് നമ്മുടെ കയ്യിലില്ല. ഇതുവരെയും. നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന വ്യാജ ID കാർഡ്, സിനിമാ നടൻ അജിത്തിൻ്റെത് ഉൾപ്പെടെയുള്ള ID കാർഡുകൾ ഉണ്ടാക്കി, രാഹുൽ ഗാന്ധിയുടെ ID കാർഡ് ഉണ്ടാക്കി, ഈ കേരളത്തിലെ കോട്ടയത്തെയും മൂവാറ്റുപുഴയിലെയും അടൂരിലെയും ഒക്കെ ആളുകളുടെ ID കാർഡുകൾ ഉണ്ടാക്കി, ഞങ്ങളുടെ DYFIയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ അവരുടെ കാർഡ് കിട്ടിയ സമയത്ത് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വരുമ്പോഴാണ് ഇവര് ഞെട്ടിപ്പോകുന്നത്. അവര് പരാതി കൊടുത്തു. അങ്ങനെ പരാതി കൊടുത്തു. ഈ കേരളത്തിനകത്താണ് ഈ പരാതി ID കാർഡ് ഉണ്ടാക്കിയവർ. അതെങ്ങനെയാണ് നിങ്ങൾ രാഹുൽ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ അരുണേ, നിങ്ങൾ ഇങ്ങനെ അമിതാവേശം കാണിക്കല്ലേ. അമിതാവേശമൊന്നുമല്ല വി വസീം. ഞാൻ ചോദിക്കട്ടെ അരുണേ, അറസ്റ്റിനെ ന്യായീകരിക്കുന്ന ഒരാളാണ് വി വസീം. പക്ഷെ അറസ്റ്റിനു ശേഷവും തുടർന്ന് ഈ പറയുന്ന പരിഹാസങ്ങൾ ഒരു അസുഖബാധിതനായ രാഷ്ട്രീയ നേതാവിനോട് കാണിക്കേണ്ട മിനിമം മര്യാദ പോലും കാണിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറി വ്യാജരേഖ ചമച്ച്, ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും ചമയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരുണിന്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ, അരുണെ നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ, ഗോവിന്ദമാഷ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിളിച്ചു നോക്ക്. നിങ്ങൾക്ക് ഗോവിന്ദമാഷ പരിചയമില്ലാത്ത ആളല്ലല്ലോ. ഗോവിന്ദമാഷക്ക് എന്നല്ല, ഞങ്ങൾക്കാർക്കും നിങ്ങളിപ്പോൾ ഈ പറയുന്ന, ഞാനാണിപ്പോൾ നിങ്ങളുടെ ഒരു പോസ്റ്റർ, ഇദ്ദേഹത്തിന് എന്തോ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റർ ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ കണ്ടു. ഞാനത് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്ത്, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് അയച്ചു തരാൻ പറയുന്നത്. ഞാനിപ്പോൾ അറിയുന്നത്. എന്തിനാണ് നമ്മൾ മറച്ചു വെക്കുന്നത്? ഞങ്ങൾ അങ്ങനെ ഒരാളുടെയും അസുഖത്തെയോ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പോരായ്മകളെയോ ഞങ്ങൾ ഉയർത്തി കാണിച്ച് ആക്ഷേപിക്കാനൊന്നും ഞങ്ങളില്ല. അതിന് ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ മാഷോടും വിളിച്ചു ചോദിക്ക്. ഞങ്ങൾ ഈ സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ഈ ജാമ്യം തള്ളിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമങ്ങളുടെ കരച്ചിലാണ്, നെഞ്ചുവേദന വരില്ല എന്ന് പറഞ്ഞത് പരിഹാസമാണ് എന്നൊക്കെ പറയുന്ന DYFIയുടെ നേതാവാണിന്ന് അറസ്റ്റിലായി. അറസ്റ്റ് രേഖപ്പെടുത്തി അതിനെ രാഷ്ട്രീയമായി നേരിടാൻ പാർട്ടി തീരുമാനിച്ചു. പാർട്ടി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിനിടയിലാണ് ഈ പറയുന്ന അസഭ്യങ്ങളും ഈ പറയുന്ന ആക്ഷേപങ്ങളും ഉണ്ടാവുന്നത്. അല്ല അരുണെ, ഇന്നലെ TV കണ്ട ആർക്കും എന്താ പറയുക, ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഓക്കെ, ആ ഒരു അസുഖമുണ്ടെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് അസുഖം ഒക്കെ ഭേദമായി വരട്ടെ, അദ്ദേഹത്തെ അങ്ങനെ അസുഖബാധിതനായി കാണണമെന്നൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അസുഖത്തെ ഞങ്ങൾ ആക്ഷേപിക്കുന്നുമില്ല. പക്ഷെ ഇന്നലെ നിങ്ങളൊക്കെ ചാനലിലൂടെ കാണിച്ചു കൂട്ടിയതിനെ കുറിച്ചൊക്കെ കണ്ടവർക്കും, അതുപോലെ തന്നെ പിന്നെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത്, അതായത് ഇവിടുന്ന് റിമാൻഡ് ചെയ്ത് വീണ്ടും കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ നിന്ന് കാണിച്ച ഒരു പരാക്രമമൊക്കെ ഉണ്ടല്ലോ, പേര് വിളിച്ച് SIയെ ഒക്കെ ഷൗട്ട് ചെയ്യുകയും ആ ഒരു ഷോ വർക്കിനെ ആരായാലും പറയില്ലേ അരുണെ? ആർക്കായാലും. എന്നെ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ നിരവധി പ്രവർത്തകർ വിളിച്ചിട്ട് നിങ്ങളായിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്? അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഇന്ന് തിരിച്ച് കൗണ്ടർ ചെയ്യാണെന്ന് തോന്നരുത്. വി വസീഫ്, ഇന്നലെ കേരളത്തിലെ കർഷകര് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന, രാജ്ഭവൻ വളയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസം, അതിരാവിലെ പത്തനംതിട്ടയിൽ ഒരു പിടികിട്ടാപ്പുള്ളിയെ പിടിക്കുന്നത് പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട് നോക്ക് ചെയ്ത് ഉള്ളിലേക്ക് ചെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ പോലീസല്ലേ, നിങ്ങളുടെ പോലീസല്ലേ? ആ വാർത്ത ഉണ്ടാക്കി കൊടുത്ത് നിങ്ങളല്ലേ? തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് 41A കൊടുത്ത് രാഹുൽ ഈ വരണമെന്നും ഈ പറയുന്ന നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുപോലെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കോലാഹലങ്ങൾ ഉണ്ടാകുമോ? നിങ്ങളാണ് ഈ പുലർച്ചെ മുതൽ വൈകുന്നേരം വരെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ഉണ്ടാക്കി കൊടുത്തത് വി വസീഫ്. അങ്ങനെ എല്ലാവരുണേ 41A ഒക്കെ നമ്മുടെ APP തന്നെ പ്രോസിക്യൂട്ടർ വളരെ കൃത്യമായി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, നോട്ടീസ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ, നോട്ടീസ് കൊടുക്കാതെ വരണോ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ മറ്റൊരു വകുപ്പ് കൂടിയുണ്ട് അതിന്റെ പുറമെ, ഇന്നലെ APP പറഞ്ഞതിന്റെ. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഗൗരവത്തിൽ വളരെ ചിട്ടയായി, അല്ല അതല്ല, അതിന്റെ പുറമെ നിങ്ങൾ തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല 333 പുറമെ ലൈഫ് ഇംപ്രിസ്മെന്റിന് സാധ്യതയുള്ള ഒരു കേസ് കൂടി പോലീസുകാരന്റെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ പോലീസുകാരൻ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറെ പോലെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ 41A കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല.
അരുണേ, നിങ്ങളുടെ ഈ ചില മാധ്യമങ്ങൾക്ക് എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെയുള്ള ഒരു ധാരണയുണ്ടാകും. കേരളത്തിലെ പോലീസിനെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കലണ്ടർ ഇട്ട് കൊടുത്ത് ചാർട്ട് ചെയ്ത് അങ്ങനെയൊന്നും ഒരു ഭരണാധികാരിയും ചെയ്യുന്നില്ല ഇവിടെ. അങ്ങനെയൊന്നും ആരും അതിന് പിന്നാലെ പോകുന്നില്ല. ഇതാ പോലീസ് അവരെ സംബന്ധിച്ചിടത്തോളം ആ കേസിൽ, ഇപ്പോൾ ഈ കേസ് മാത്രമല്ല, വേറെ 2 കേസ് കൂടി ഉണ്ട് രാഹുലിൻ്റെ പേരിൽ. ഇതേപോലെ തന്നെ റിമാൻഡ് ചെയ്യാൻ കാരണമുള്ള അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുള്ള കേസുകളുണ്ട്. വേറെ 2 IPC വകുപ്പുകളുള്ള കേസുകൾ വേറെയുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാണ്. ഇതും പുലർച്ചെ, അതും 2.5 മണിക്കൂർ വീട്ടിൽ കാത്തിരുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അതിന്റെയൊക്കെ കാരണങ്ങളൊക്കെ പ്രോസിക്യൂട്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിനകത്ത് അല്ല, ഏതിന്റെ ഈ പുലർച്ചെ 2.5 മണിക്കൂർ കാത്തിരുന്ന് എന്താ പിടികിട്ടാ പുള്ളിയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ? അല്ല, വീട്ടിൽ പോയി അദ്ദേഹം റെഡി ആവാനുള്ള സമയമായിരിക്കും. അദ്ദേഹം റെഡിയായി ഇറങ്ങാനുള്ള സമയത്ത് കാത്തിട്ട് അമ്മയുടെ ഒരു ബൈറ്റിൽ പറഞ്ഞു 5:30-ക്ക് എത്തി. പക്ഷെ പോകുന്നത് നിങ്ങളുടെയൊക്കെ ചാനലിൽ കാണിക്കുന്നത് കൊണ്ടുപോയത് 7 മണിക്ക് ശേഷമാണ്, 7:30 മണിക്കാണ് പോകുന്നത്. അതും നമ്മൾ കണ്ടു. നല്ല സൂട്ട് കേസൊക്കെ ഉരുട്ടി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല വൃത്തിയിൽ നടന്ന് വണ്ടിയിൽ കയറി പോവുക. ഞങ്ങളൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളെയൊന്നും അങ്ങനെയല്ല കേരളത്തിലെ പോലീസ് ഉമ്മൻചാണ്ടിയുടെ കാലത്തും അതിന് മുമ്പ് ആന്റണിയുടെ കാലത്തും ഒന്നും കൊണ്ടുപോയത്. കേരളത്തിലെ കൂത്തുപറമ്പ് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു MLA വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു കേരളത്തിലെ K. കരുണാകരന്റെ പോലീസ്. കൊണ്ടുപോയത് ലോക്കപ്പിലിട്ട് ക്രൂരമായി മർദ്ദിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കഥയായി തോന്നും. അതിവൈകാരികതയും ഞങ്ങളുടെ നേതാക്കന്മാരുടെ കഥയുമായി തോന്നുന്നതിന് സ്വാഭാവികമാണ്. അത് പിന്നീട് വീണ്ടും ഒരു വലിയ ത്യാഗമായിട്ടൊക്കെ എടുത്ത് കാണിക്കുന്നതിലാണ്. അസുഖബാധിതനാണ് എന്ന വിവരം അറിയുന്നു. ആ വിവരം തിരിച്ചറിയുന്നു. അസുഖത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാനില്ല എന്ന് പറഞ്ഞത് പോസിറ്റീവായ ഒരു ഭാഗമായി ചർച്ചയിൽ ഞാൻ കാണുന്നു. ഫാത്തിമ തഹ്ലിയ ഒരു കേസിൽ ഈ പൊതുമുതൽ നശിപ്പിച്ച PDPP ആക്ട് ചുമത്തുന്നു. പൊതുപ്രവർത്തകനെ മുറിവേൽപ്പിച്ചതിലുള്ള IPC 333 ചുമത്തുന്നു. സ്വാഭാവികമായും അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കോടതി മുമ്പാകെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ തെളിവടക്കം സമർപ്പിക്കുന്നു. ആ ജാമ്യം നിഷേധിക്കുന്നു. ജയിലിലേക്ക് അയക്കുന്നു. സ്വാഭാവികമായ പ്രക്രിയയല്ലേ? ലീഗിന്റെ യൂത്ത് നേതാവിനെ കഴിഞ്ഞ വർഷം ഇതേപോലെ കസ്റ്റഡിയിലെടുത്തില്ലേ? ഇതേപോലെ റിമാൻഡ് ചെയ്തില്ലേ? അന്ന് യൂത്ത് ലീഗിന്റെ ഈ നേതാവായ ഫിറോസിനില്ലാത്ത എന്ത് പ്രിവിലേജാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്? ഫാത്തിമ തഹ്ലിയ, ഓക്കെ, അരുൺ പറഞ്ഞ ഈ ഒരു എന്താ പറയാ ചെയിൻ ഓഫ് ഇവന്റ്സ് അത് വളരെ കറക്റ്റാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ കേസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അരുൺ ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചത്. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള അസ്വാഭാവികത എന്ന് പറയുന്നത്, രാവിലെ, അതായത് പുലർച്ചെ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന വീട്ടിൽ പോലീസ് കയറി ചെല്ലുകയും അദ്ദേഹം താമസിച്ച റൂമിലേക്ക് കയറി ചെന്നുകൊണ്ട് വാ മോനെ എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന രീതി കേരളത്തിന് പുതിയതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഒരു എന്താ പറയാ രസകരമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരു കാര്യം. ഈ വാമോനെ എന്ന് വിളിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിലേക്ക് പോലീസ് റിഫൈൻഡ് ആയി എന്നാണോ ഫാത്തിമ തഹ്ലിയ പറയുന്നത്? CPM-ന്റെ DYFI-യുടെയും പ്രവർത്തകരെ ഒന്നും വാ മോനെ എന്നല്ല വിളിച്ചുകൊണ്ട് പോയത് എന്നതാണ് വസിഫ് നേരത്തെ സൂചിപ്പിച്ചത്. തഹ്ലിയ, അല്ലല്ല, അങ്ങനെയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ PM ആർഷോ നടത്തിയ സമരത്തില് മോനെ വാ, ഞാനല്ലേ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആർഷോയെ പോലീസ് വിളിച്ചു കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. അല്ലല്ല, ആ വാ മോനെ എന്ന് പറഞ്ഞതിൽ വ്യത്യാസമുണ്ട്. ഒന്ന് വാ മോനെ എന്ന് പറയുന്നത് തലോടൽ പോലെ അല്ലെങ്കിൽ പാൽക്കുപ്പി നൽകിയിട്ട് കയ്യിലെടുത്തു കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയത്. രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല. രാഹുലിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിലുള്ള ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢതയാണ് ഈ കേസിൽ, ഈ ഒരു വിഷയത്തിൽ രാഹുലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. IPC 333 പ്രതി എങ്ങനെ അറസ്റ്റ് ചെയ്യണം തഹ്ലിയ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കേസ്
ഈ FIR ഫയൽ ചെയ്തതിന് ശേഷം രാഹുൽ മാംകൂട്ടത്തിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ മൂക്കിന് മുൻപിലൂടെയല്ലേ നടക്കുന്നത്, നിങ്ങളുടെ ചാനലുകളിലൂടെയല്ലേ നടക്കുന്നത്, ആളുകളുടെ മുൻപിലൂടെയല്ലേ സംസാരിച്ചു പോകുന്നത്, പിന്നെ രാഷ്ട്രീയ പരിപാടികളിൽ അല്ലെങ്കിൽ ഒളിച്ചു താമസിക്കുന്ന ഒരു വ്യക്തിയല്ലല്ലോ രാഹുൽ കോഫി ഹൗസിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങൾ നാളെ പുതിയവാദവുമായിട്ട് ഇറങ്ങില്ലേ? കോഫി ഹൗസിൽ ഇരുന്ന് കട്ട്ലറ്റ് കഴിക്കുമ്പോഴാണോ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ കന്റോൺമെന്റ് സ്റ്റേഷന് മുന്നിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാറിൽ സഞ്ചരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ തടഞ്ഞ് എന്ന് ചോദിക്കും. എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യണ്ടേ തഹ്ലിയ? ശ്രീ അരുൺ, നിങ്ങൾ വസീഫിന് തുല്യമായിട്ടുള്ള സംസാരങ്ങൾ നടത്തരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ദയവ് ചെയ്ത് പറയാനുള്ളത്. ഒരു വ്യക്തിയെ തന്നെയാണ് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കുന്നതും. അത് ഫാത്തിമയ്ക്ക് അറിയാവുന്ന നിലപാടാണല്ലോ. അതിന്റെ ഭാഗമായുള്ള ചോദ്യങ്ങളെ ഉണ്ടാവൂ എന്ന് മാത്രം. അതിന് മറുപടി പറയൂ. ഈ അറസ്റ്റ് വേണ്ടതല്ലേ? ഈ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയുമോ ഫാത്തിമ തഹ്ലിയ? ഈ വിഷയത്തില് അരുൺ, എന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ നിലവിലുള്ള നേതാക്കന്മാരാരും രാഹുലിന്റെ അറസ്റ്റിനെ സംബന്ധിച്ചല്ല പറയുന്നത്. പക്ഷെ മോഡ് ഓഫ് അറസ്റ്റ് എങ്ങനെ ആവണം എന്നുള്ളതിൽ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. രാഹുൽ എന്ന് പറയുന്നത് പിടികിട്ടാ പുള്ളിയല്ല, തീവ്രവാദിയല്ല, അല്ലെങ്കിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത വ്യക്തിയല്ല. അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് നടക്കുമ്പം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ അറസ്റ്റ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. രാവിലെ 5:30 ഈ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി 7:30 കൂടിയാണ് 7 മണിയോട് 7:30 കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്, അതായത് സുന്ദരമായി ഉറങ്ങിക്കഴിഞ്ഞ് പുലർവേളയിൽ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിച്ചതിന് ശേഷം പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് ഇതിനേക്കാൾ മാന്യമായി എങ്ങനെ നടത്താൻ കഴിയും ഫാത്തിമ തഹ്ലിയ? ഇതിനേക്കാൾ സുന്ദരമായിട്ട് നിങ്ങൾക്ക് നടത്താമായിരുന്നല്ലോ. തിരുവനന്തപുരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു, കൊല്ലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു, അതേപോലെ മറ്റു പല പരിപാടികളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും നിങ്ങൾ നടത്താതെ വീട്ടിൽ വന്ന് രാവിലെ ഇതേപോലെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് രാഹുൽ തന്നെ പറയുന്നുണ്ടല്ലോ, അവരെ സംശയിക്കേണ്ട കാര്യമില്ല. അറസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ വീട് വളഞ്ഞുകൊണ്ട് അതാണ് പറയുന്നത്, പുലർച്ചെ വീട് വളയുക. എന്നിട്ട് അതുമല്ല, കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ എവിടെ കിടക്കുന്നു, രാഹുലിന്റെ വീട് എവിടെ കിടക്കുന്നു, അവിടേക്ക് യാത്ര ചെയ്യുക, യാത്ര ചെയ്ത് വീട് വളയുക, വീട് വളഞ്ഞുകൊണ്ട് ബെല്ലടിച്ച് എന്താണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വീട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഇവർ പൊളിറ്റിക്കൽ കേസാണ് എന്ന്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ, പത്തനംതിട്ട താമസിക്കുന്ന ഒരാളെ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ജീപ്പ് ഓടിപ്പോയി അറസ്റ്റ് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിഷയമാണ്. ഈ രൂപത്തില് അല്ലല്ല, ഇത് ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന വിഷയമാണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത്, ഇവിടെ അറസ്റ്റ് അല്ല പ്രശ്നം. ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് സമരം ചെയ്യുകയും സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ. കോൺഗ്രസിന്റെ മറ്റുള്ള നേതാക്കൾ ആദ്യത്തെ സമരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായതിനു ശേഷം നടത്തിയ ആദ്യത്തെ സമരം അതാണ് 20-ാം തീയതി നടന്നത്. അതെ, അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസമാണല്ലോ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം നടത്തിയ ആദ്യത്തെ സമരം. അതിനു മുൻപും അദ്ദേഹം സെക്രട്ടറിയേറ്റിന് മുമ്പിൽ പോയിട്ടുണ്ട്, അവിടെ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ മോഡ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു എന്താ പറയാ, അസ്വാഭാവികത തീർച്ചയായിട്ടും നാട്ടിൽ സുപ്രീം കോടതി അറസ്റ്റിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഗൈഡ് ലൈൻസിൽ എന്താണ് ലംഘിക്കപ്പെട്ടത് അത് പറയൂ. ഇവിടെ ഒരു കസ്റ്റം ഉണ്ടല്ലോ, ഇവിടെ ഒരു പിന്നെ ഇത്തരത്തില് ഒരു പൊളിറ്റിക്കൽ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി രീതിയിൽ നിന്ന് വിഭിന്നമായിട്ടാണ് സൃഷ്ടിച്ചുകൊണ്ടാണ് വലിച്ചുകീറി ഈ പി രാജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ഇതേ കേരളത്തിലാണ്. അർദ്ധരാത്രിയിൽ ഈ പറയുന്ന ഉടുമ്പൻചോല MLA ആയിരുന്ന MM മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ കയറിയിട്ടാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ, ഏറ്റവും ഒടുവിൽ സാന്ദ്ര തോമസിനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തത് പുലർകാല വീട്ടിൽ നിന്നാണ്. ഇതൊക്കെ നേരത്തെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ എന്താണ് ഒരു പുതുമ? ഫിറോസിനെ അറസ്റ്റ് ചെയ്തത് എവിടെ നിന്നാണ്? ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി പോലീസ് വിളിച്ച ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് വരാതിരുന്നതായിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അരുണിന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മാറ്ററിൽ പോലീസ് വിളിച്ചിട്ട് വരാതിരിക്കുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇതിന് മുൻപിലേ ഇല്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് വീട്ടിൽ കയറി വന്നിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾക്ക് ഒരു നോട്ടീസ് കൊടുത്തില്ല എന്ന് പറയുന്നതിൽ കുറച്ച് പിന്നെ എക്സംഷൻസ് ഒക്കെ പറയുന്നുണ്ട്, നോട്ടീസിന്റെ ആവശ്യമില്ല, സെർവ് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ. പക്ഷെ അതല്ല, ഇവിടെ ഇങ്ങനെ ഒരു ദിവസം ഒരു പുലർച്ചെ വന്നുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ കയറിയിട്ട് റൂമിന്റെ അകത്ത് കയറിയിട്ട് വാതിൽ മുട്ടുന്നു. പുറത്തു നിന്ന് വിളിച്ചാൽ എന്തേ രാഹുൽ വരില്ലേ? വീട്ടിന്റെ പുറത്തു നിന്ന് പോലീസിനെ വിളിച്ചാൽ എന്തുകൊണ്ട് രാഹുൽ വരില്ല? കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഉണ്ടായോ? ഉണ്ടോ? ഏതു സമയത്തും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. 24 മണിക്കൂർ മുമ്പിൽ
മജിസ്ട്രേറ്റിന് മുമ്പിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അതല്ലല്ലോ ഹാജരാക്കിയാൽ മതി. എന്റെ പോയിന്റ്. അതല്ലേ ഉള്ളൂ അതല്ലല്ലോ അറസ്റ്റിന്റെ അരുൺ ഞാൻ ചട്ടം. പറയുന്നത്. അരുൺ, അതല്ല ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. അതേ അല്ല, അരുൺ സംസാരിക്കുന്ന മറ്റൊരു രീതിയിലാണ്. ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റ് ആണെങ്കിലാണ് കുറച്ച് മാർഗനിർദ്ദേശങ്ങളൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയോട് പോലീസ് കാണിക്കുന്ന രീതി, അദ്ദേഹം ആരാണ്, ഒരു പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വിളിച്ച സ്ഥലത്തേക്ക് വരാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ നേതാവെന്നോ ഡിവൈഎഫ്ഐ നേതാവെന്നോ എസ്എഫ്ഐ നേതാവെന്നോ ഒക്കെയുള്ള പ്രിവിലേജ് ഉണ്ടോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ? അദ്ദേഹം ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു അക്യൂസ്ഡ് ആണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു. അക്യൂസ്ഡ് ആയ ഒരാളെ പോലീസ് വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യും, സ്വാഭാവികമാണ്. അരുൺ ഈ ചോദ്യം ചോദിച്ചത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, സന്തോഷമായി. അതായത് ഇതിൽ അങ്ങനെ SFIയുടെ നേതാവാണോ MSFന്റെ നേതാവാണോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണോ എന്നുള്ള വ്യത്യാസം പോലീസിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഇല്ല എങ്കിലും നിലവിലുള്ള പോലീസ് സംവിധാനത്തിൽ അതുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനോട് ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇതേപോലെ PM ആർഷോ എന്ന് പറഞ്ഞിട്ടുള്ള SFIയുടെ നേതാവ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, MG യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് AISFന്റെ വനിതാ നേതാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ദിവസം പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ സമയമെടുത്തു. അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശനമായിട്ടുള്ള ഒരു നടപടി, നിങ്ങൾക്ക് നേരെ പോലീസിന് നേരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ ഒരു ഘട്ടത്തിലാണ് പോലീസ് ആർഷയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ പോലീസിന് യഥാർത്ഥത്തിൽ SFIയുടെ നേതാവ്, KSUവിന്റെ നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്, DYFIയുടെ നേതാവ് എന്നൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി എനിക്ക് ഇതിൽ പറയേണ്ടതുണ്ടായിരുന്നു. അതായത് എനിക്ക് ഇതിലുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് പോലും അറിയില്ല ആരാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്ന്. എന്നാൽ നവകേരള യാത്ര വന്നത് മുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് തോന്നി ഈ വകുപ്പ് എൻ്റെ കയ്യിലാണല്ലോ എന്ന്. ആ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെയും DYFIയുടെ ആളുകളെയും അദ്ദേഹം തെരുവിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് കരിങ്കൊടി കാണിക്കുന്നവരെ, ജനാധിപത്യ മാർഗത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്, അവർ വലിയ ദൗത്യമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പുറത്ത് നിന്ന് അവരെ ആളുകളെ പറഞ്ഞയക്കുകയും അതിനുവേണ്ടി പിന്തുണ കൊടുക്കുകയും ചെയ്ത ഗവർണർക്കെതിരെ ആത്മഹത്യാ സ്ക്വാഡായിട്ട് SFI പ്രവർത്തകരും CIT പ്രവർത്തകരും വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. പോലീസ് അവരെ സമാധാനപൂർവ്വം പിടിച്ചു നിർത്തുന്ന കാഴ്ച കണ്ടു. പക്ഷേ നവകേരള സദസ്സിനോടാകുമ്പോൾ DYFI പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തും. താങ്കൾ പറഞ്ഞത് ശരിയാണ്. മറുപടി പറയേണ്ടത് ഈ വസീഫാണ്. അക്കാര്യത്തിൽ പോലീസിന് ഒരു വിവേചനമുണ്ടോ? SFI നേതാവ്, KSU നേതാവ്, DYFI നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നിങ്ങനെ വിവേചിച്ചാണോ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്ന ഫാത്തിമ തെഹ്ലിയുടെ ചോദ്യത്തിന് ഉത്തരം വസീഫ് പറയട്ടെ. ആർഷയുടെ അറസ്റ്റിനെ മുൻനിർത്തി ഞാനൊന്ന് ശ്രീകുമാറിലേക്ക് കൂടി പോയി വരാം. ശ്രീകുമാർ, ഇനിപ്പോൾ ഇത് ഭീകരപ്രവർത്തനമാണെന്നും ഇത് ഭരണകൂട ഭീകരതയാണെന്നും ഒക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു. ഇത് കേരളം ഒട്ടാകെയുള്ള ഒരു വലിയ രാഷ്ട്രീയ സമരമായി മാറാൻ പോകുന്നു ഫെബ്രുവരി 13-ാം തീയതി. അത്രയ്ക്കൊക്കെ ഉണ്ടോ ഇൻ ശ്രീകുമാർ? ഇത് കേരളത്തിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു സമരത്തിന്റെ പേരിൽ, പൊതുമുതൽ നശിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാകുന്നത്. എത്രയോ ദിവസങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തി കിടന്നിട്ടുണ്ട് കേരളത്തിലെ നേതാക്കൾ. അപ്പോൾ കേരളത്തെ മുഴുവൻ രാഷ്ട്രീയമായി സമരാഗ്നിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു വലിയ വിഷയമായി ശ്രീകുമാറിന് തോന്നുന്നുണ്ടോ? ശ്രീകുമാർ, ഡോക്ടർ അരുൺ, നമ്മളിത് പ്രതിപക്ഷത്തിന്റെ സമര നീക്കത്തെ ശ്രീ രാഹുലിന്റെ അറസ്റ്റുമായിട്ട് മാത്രം കൂട്ടിക്കെട്ടരുത്. നവകേരള സദസ്സ് തുടങ്ങിയതിനു ശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, പ്രവർത്തകർക്കെതിരെ പോലീസ്, DYFI സംയുക്ത ശ്രീകുമാർ, ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് ഈ വസീഫ് നേരത്തെ തെഹ്ലിയെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടി. പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് മുഖം നോക്കിയാണ് നടപടിയെടുക്കുന്നത് എന്നതാണ് ഫാത്തിമ തെഹ്ലിയുടെ വിമർശനത്തിന്റെ കാമ്പ്. മറുപടി. തെഹ്ലിയുടെ പാർട്ടി അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത് പാഠപുസ്തകം വിതരണം ചെയ്യാത്തതിൻ്റെ പേരിൽ, സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിൻ്റെ പേരിൽ ഒക്കെ ഞങ്ങൾ സമരം ചെയ്തിരുന്നു. അന്ന് SFI നടത്തിയ ഞങ്ങളുടെ നാട്ടിലൊരു സമരത്തിൻ്റെ ഒരു അനുഭവം, എനിക്ക് എൻ്റെ അനുഭവം പറയാലോ തെഹ്ലിയ, മറ്റൊന്നും കേട്ടതല്ല. എൻ്റെ വീട്ടിൽ പോലീസ് വന്നത് എത്ര മണിക്കാണെന്നറിയോ? 2 മണിക്കാണ്. 1:45, 2 മണി, ആ 2:15-നുള്ളിലാണ്. മുകളിലേക്ക് റൂമിൽ ഫാദർ വീട് ചുറ്റും വളഞ്ഞ് വിസിലടിച്ച് വലിയ ഭീകരാന്തരീക്ഷം. നിങ്ങളുടെ ലീഗിൻ്റെ ഒക്കെ സംസ്ഥാന നേതാക്കന്മാരുണ്ട് അവിടെ, നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ചാൽ ഇപ്പോഴും വിവരം കിട്ടും, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ വിവരം കിട്ടും. ഷർട്ട് ഇടാൻ പോലും സമ്മതിച്ചിട്ടില്ല തെഹ്ലിയ. അങ്ങനെ പിടിച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഉമ്മ തടയുന്ന സമയത്ത് ഷർട്ട് ഇട്ടിട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന സമയത്ത് അവിടെ CI പ്രേംജിത്ത് എന്ന് പറയുന്ന CI, അദ്ദേഹം ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാകും,
ഇങ്ങനെയൊക്കെ ഉണ്ട് കേരളത്തിലെ മന്ത്രിമാർ, ഇന്നത്തെ മന്ത്രിമാർ, ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും നേതാക്കന്മാരിൽ ഭൂരിഭാഗവും പ്രവർത്തകരും എല്ലാം ഇതുപോലെ ഈ സാഹചര്യങ്ങളെയൊക്കെ നേരിട്ട് വന്നവരാ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞ് വലിയ സംഭവമാക്കല്ലേ. ഈ പോലീസ് രാവിലെ അവിടെ വന്നതും അവരുടെ അമ്മ ബൈറ്റ് കൊടുക്കുന്നതൊക്കെ നമ്മൾ കേട്ടു. അതിൽ ഒരു പ്രശ്നവുമില്ല. നല്ല ഇസ്തിരി ഇട്ട ഷർട്ട് മുണ്ട് ഇട്ടിട്ട് ഇറങ്ങി വരുന്നത്, ഒറ്റക്ക വന്ന് വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ ഒന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. നല്ല ചാനൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, നല്ല സൂട്ട് കേസുമായിട്ട് വന്ന് കയറുക. എന്നിട്ട് നിങ്ങൾ അതിനെയൊക്കെ വലിയ ഭീകരാന്തരീക്ഷം എന്നൊക്കെ പറയുമ്പോൾ അല്പമൊക്കെ ഒരു വകതിരിവ് കാണിക്കണ്ടേ? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പച്ച നുണ പറയല്ലേ. കനകുലു കോൺഗ്രസ് കമ്മിറ്റി ആണെങ്കിൽ അവർ അജണ്ട സെറ്റ് ചെയ്ത് നുണകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ എന്തിനാ ഇത് പറയേണ്ട ആവശ്യം? ഇങ്ങനെ ഇത്രയും ഭീകരമായ നുണകൾ പറയേണ്ട ആവശ്യം എന്താ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ആക്ഷൻ ഉണ്ടായിട്ടില്ലേ? ഞങ്ങൾ ഇവിടുത്തെ SFIയുടെ നേതാവ് ഫിദലിന്റെ കൈക്ക് ഒടിവ് സംഭവിച്ചില്ലേ പോലീസ് ലാത്തി ചാർജിൽ? എത്ര പേരെ അടിച്ചിട്ടുണ്ട്? ചില ചാനലുകൾ കാണിച്ചിട്ടില്ലേ? ലാത്തി ചാർജ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു പരിധി പോലീസിന് നിയന്ത്രിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത്, കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് പോലീസ് ലാത്തി ചാർജ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലക്ക് അകത്ത് ലാത്തി ചാർജ് ഉണ്ടായി ഞങ്ങളുടെ സഖാക്കൾക്ക് പരിക്ക് പറ്റിയിട്ടില്ലേ? എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന് അവർ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ തേടി അവർ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലേ? പോലീസ് ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആർഷോ ആ സമയത്ത് ഇരിക്കുന്ന സമയത്ത് പിടിച്ച് എണീപ്പിച്ച് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതിനെയൊക്കെ നിങ്ങൾക്ക് എന്തും പറഞ്ഞ് ആക്ഷേപിക്കാം. ഈ ആർഷോയുടെ കേസിനെ റെഫർ ചെയ്ത കേസല്ലേ? അവിടെ ഈ കേസിനകത്ത് എന്നോ നടന്ന കേസാണ് തഹ്ലിയ. പിന്നീട് അത് വീണ്ടും കുത്തിപ്പൊക്കി ആ വിഷയം അങ്ങ് മെയിൻ സ്ട്രീമിൽ നിർത്തിക്കൊണ്ടുവരിക. അതിന്റെ പേരിൽ പിന്നീട് അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് എന്തോ ജാമ്യ വ്യവസ്ഥകളുടെ പേരും മറ്റും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് എങ്ങനെയും ട്രോൾ ഇറക്കാം, നിങ്ങൾക്ക് എന്തോ ഒരു പ്രിവിലേജ് ഉണ്ട് എന്നുള്ളതാ നിങ്ങളുടെ ധാരണ. അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. ഈ കേരളത്തിനകത്ത് കാണിക്കാൻ പറ്റാവുന്ന ഏറ്റവും മാന്യമായ രീതിയിലുള്ള ഇടപെടലുകൾ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പോലീസ് ഇപ്പോൾ CPM-ന്റെ ഓഫീസിൽ നിന്ന് പറയുന്നതിനനുസരിച്ച് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുറെ ഞങ്ങളുടെ സഖാക്കൾക്കൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അരുണെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ. കാരണം എന്താ അറിയോ, ഈ യൂത്ത് കോൺഗ്രസും ഈ പറയുന്ന സംഘടനകളും KSU ഒക്കെ കാണിക്കുന്ന സമരത്തോട് പോലീസ് സത്യത്തിൽ വലിയ മൃദു സമീപന സ്വീകരിക്കുന്നത് എന്നാണ് വ്യാപകമായി ഏത് DYFI പ്രവർത്തകനും SFI പ്രവർത്തകനൊക്കെ ഉള്ള അഭിപ്രായം. പോലീസ് എത്ര കരുതലോട് കൂടിയാണ് ആ സമരത്തെ നേരിടുന്നത് എന്നാ നിങ്ങൾ തന്നെ കാണിച്ചില്ല. ഈ പറയുന്ന സംഭവത്തിന് ആധാരമായ സമരത്തിൽ എത്ര നേരം മുട്ടയിൽ മുളക് പൊടി വരെ എടുത്തെറിഞ്ഞു. ഈ പോലീസിനെ പട്ടിക കൊണ്ട് അടിക്കുന്നു. എന്തൊക്കെ ചെയ്തതിന് ശേഷമാണ് പോലീസ് ഒരു ചെറിയ ആക്ഷനിലേക്കെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്? അങ്ങനെയൊന്നും ആയിരുന്നില്ല കേരളത്തിലെ പോലീസ്. ഇലക്ട്രിക് ബാറ്റൺ എടുത്തിട്ട് ജനനേന്ദ്രിയത്തിൽ വെച്ചിരുന്നു കേരളത്തിലെ പോലീസ് UDF-ന്റെ കാലത്ത്. ഈ കോഴിക്കോട് നടക്കാവിൽ ഞങ്ങളൊക്കെ പങ്കെടുത്ത സമരത്തിലാ, P. ബിജു നയിച്ച സമരത്തിലാ. ഞങ്ങൾ അന്ന് യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയും ഞങ്ങൾ ഇവിടെ സമരം നടത്തിയ സമയത്തും യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ അട്ടിമറിച്ച ഇവിടെ ഈ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നിരുത്തി. ആ സമയത്ത് അവിടേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആ സമരത്തിന് നേരെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത സമരത്തിന് നേരെ വെടിവെച്ചു രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന പോലീസ്. മറന്നുപോയോ നിങ്ങൾ? ഇതൊക്കെ നടന്നിട്ടുണ്ട് ഈ കേരളത്തിനകത്ത്. എന്നിട്ട് ഇപ്പോ നടന്നത് എന്തോ ഒരു വലിയ സംഭവമാണ്, ഏതോ ഒരു 3ാം മഹായുദ്ധം നടന്നു എന്നൊക്കെയുള്ള പ്രതീതി സൃഷ്ടിക്കുക നിങ്ങൾ. അങ്ങനെയൊന്നും സൃഷ്ടിച്ചു പോയാലും ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെയാ പോകുന്നത്. അതിലൊന്നും ഒരു പ്രയാസവും ഇല്ല. പിന്നെ എന്താണെന്നറിയോ, ഇവിടെ ഈ പറയുന്ന പോലെ PR ഏജൻസി ഉണ്ട്, PR ഏജൻസിയുടെ വർക്കുകളുണ്ട്. അതാർക്കും ബോധ്യപ്പെടും. അതാണ് ഇന്ന് ഞങ്ങളുടെ DYFIയുടെ നേതാവും പറയുന്നത്. കുറെ പേജുകളിൽ ശ്രീകുമാറിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല, സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു. ശ്രീകുമാർ, പോലീസ് ഒരുപാട് മാറിപ്പോയി എന്നാണ് വസീഫ് പറയുന്നത്. പണ്ടുകാലത്തെ പോലീസ് അല്ല. ഇത്തവണ മുട്ടയ്ക്കുള്ളിൽ മുളക് പൊടി കരുതിയാലും കാത്തിരിക്കും മണിക്കൂറുകളോളം ഈ ജലം ചീറ്റാനെന്ന്. പക്ഷേ നമ്മൾ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും 6 MLA-മാരും 7 MP-മാരും ഒക്കെ ഉണ്ടായിരുന്ന വേദിയിൽ കണ്ടത് തിരിച്ചാണ്. എങ്കിലും എൻ ശ്രീകുമാർ, പോലീസ് മാറിയോ ആ കാഴ്ചപ്പാടിൽ നിന്ന്? എന്തിനാണ് ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കുന്നത് എന്നാണ് വസീഫിന്റെ ചോദ്യം. ഡോക്ടർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഇപ്പോൾ കേൾക്കാം. അതായത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടല്ല കോൺഗ്രസിന്റെ പ്രക്ഷോഭം.
നവകേരള സദസ്സിന്റെ കാലത്ത് പ്രതിപക്ഷ യുവജന നിരക്കെതിരെ പോലീസിനെയും ഡിവൈഎഫ്ഐയും ഉപയോഗിച്ച് നടത്തിയ ഒരു ഹീനകൃത്യമുണ്ട്. അതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് നേരെ പോലീസ് നടത്തിയ ബലപ്രയോഗമുണ്ട്, ലാത്തിയടിയുണ്ട്. അതിനുശേഷം പ്രതിപക്ഷ നേതാവും എം പിമാരും അതുപോലെ KPCC പ്രസിഡന്റ് ഇരുന്ന വേദിയിലേക്ക് ഗ്രനേഡ് എറിഞ്ഞ പോലീസുമുണ്ട്. ഇതിന്റെ ഒക്കെ പശ്ചാത്തലത്തിലും മാത്രമല്ല, തൊഴിൽ പ്രശ്നം, ഉന്നത വിദ്യാഭ്യാസത്തെ പ്രശ്നം, റേഷൻ കടയിലത്തെ പ്രശ്നം, സപ്ലൈകോ പ്രശ്നം, ശബരിമല പ്രശ്നം, ഒരുപാട് വിഷയങ്ങളിൽ ഗവൺമെന്റ് കാണിക്കുന്ന ആ ഒരു ജനവിരുദ്ധ നടപടിക്കൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ സമരം വരുന്നത്. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഒരു ചർച്ചാ വിഷയമാണ്. ഞാൻ പറയാം, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യം ഇന്നത്തേക്ക് ഞാൻ എടുക്കുന്നില്ല. ഇന്നലെ രാവിലെ പോലീസ് പറഞ്ഞത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന്റെ വീട്ടിൽ പോയി എന്നാണ്. വൈകുന്നേരം അഡ്വക്കേറ്റ് പറഞ്ഞത്, അതായത് പ്രോസിക്യൂട്ടർ പറഞ്ഞത്, പബ്ലിക്കായിട്ട് അറസ്റ്റ് ചെയ്താൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് പോലീസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഡോക്ടർ അരുൺ, നമുക്ക് ഇതിലത്തെ രാഷ്ട്രീയം കാണണം. എന്താണ് രാഷ്ട്രീയം? കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരു നിർജീവമായ ഡിവൈഎഫ്ഐയും ഉണർന്നു വരുന്ന യൂത്ത് കോൺഗ്രസ് തമ്മിലുള്ള വ്യത്യാസം കാണണം. ആ വ്യത്യാസത്തിൽ പാർട്ടിക്ക് ഇടപെട്ടേ പറ്റൂ. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് MV ഗോവിന്ദ മാഷ്ട പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചത്. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹം അതിനെ രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ടതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നാണ് പറയുന്നത്. മനുഷ്യത്വമുള്ള ഒരു പാർട്ടി ആണോ CPM എന്ന് പലരും ചോദിക്കുമ്പോൾ ഈ ഒരു ഉത്തരം കൂടി, ഈ ഒരു പ്രതികരണം കേൾക്കുമ്പോൾ നമ്മൾ അതിന് അടിവരയിടേണ്ടി വരുന്നു. ഗോവിന്ദ മാഷ് ആരെ തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ അദ്ദേഹം തിരുത്തട്ടെ. ഇവിടെ ശ്രീ വസീഫ് ആദ്യം പറഞ്ഞ അദ്ദേഹം പിന്നീട് തിരുത്തിയല്ലോ, നല്ല കാര്യം. ഗോവിന്ദ മാഷെ ഈ വ്യാജ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഉച്ചതിരിഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞത് ആളുകൾ പറയുന്നുണ്ടെന്നാണ്. അപ്പൊ ഗോവിന്ദ മാഷ് എന്ന് അവർ പേരെടുത്ത് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. അപ്പൊ അവർക്ക് തന്നെ തെറ്റ് തോന്നിയോണ്ടായിരിക്കും അവരങ്ങനെ തിരുത്തിയത്, നല്ല കാര്യം. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ്? യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ട്. എന്താണ് ആ പോരാട്ടം? കേരളത്തിലെ യുവജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആര് മുന്നിട്ട് നിൽക്കുന്നു? തൊഴിൽ രംഗത്ത് ആര് മുന്നിട്ട് നിൽക്കുന്നു? പിന്നാമ്പുറ നിയമനത്തിനെതിരെ ആര് മുന്നിട്ട് നിൽക്കുന്നു? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അഴിമതിക്കെതിരെ ആര് മുന്നിട്ട് നിൽക്കുന്നു? ഇവർ പറയുന്ന ഗവർണർ വിഷയമല്ലല്ലോ കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നം. ഇവിടെ റേഷൻ കടകളിലെ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നം, ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് KSU യൂത്ത് കോൺഗ്രസ് ആണ് ഇന്ന് മുൻനിരയിലുള്ളത്, യൂത്ത് കോൺഗ്രസിന്റെ. അതാ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് EMS ഭരണകാലത്ത് EMS ഭയന്നിരുന്നത് കോൺഗ്രസിനെ അല്ല, യൂത്ത് കോൺഗ്രസിനെയാണ്. ഇപ്പോഴത്തെ രണ്ടാമത്തെ പിണറായി ഗവൺമെന്റിന്റെ ഭരണം ഭയക്കുന്നത് യൂത്ത് കോൺഗ്രസിനെയാണ്. അപ്പൊ രാഷ്ട്രീയമായി അവരതിനെ നേരിടും. പക്ഷേ രാഷ്ട്രീയമായിട്ട് അവർക്ക് ഉത്തരം പറയാനില്ല. ഉത്തരം പറയാൻ അവർക്ക് എന്താ ഉണ്ടാവുക? കാരണം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ യുവജന സംഘടനയ്ക്ക്, പ്രത്യേകിച്ച് പാർട്ടിക്ക് അധീനതയിൽ കഴിയുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന് എന്തുത്തരം നൽകാൻ കഴിയും? അതുകൊണ്ട് അവർ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രോഗമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സയോ ഒന്നും ഞാൻ വിഷയമായിട്ട് എടുക്കുന്നില്ല. അദ്ദേഹത്തിന് രോഗമുണ്ടെങ്കിൽ അദ്ദേഹം ചികിത്സിക്കും, അത് വേറെ വിഷയമാണ്. പക്ഷെ ഒരു സമരരംഗത്ത് നിൽക്കുന്ന ഒരു യുവജന നേതാവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതുവരെ പാലിച്ചിരുന്ന മാനദണ്ഡങ്ങൾ എന്താ? രാഹുലിന് പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ പോലീസും രണ്ട് കാര്യം പോലീസ് പറയരുത്. ഒന്ന് രഹസ്യ വിവരം എന്നുള്ള പതിവ്, അതൊരു സാങ്കേതികമായ FIR-ൽ കൊടുത്തിരിക്കുന്ന വിവരമാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് എനിക്കറിയാം. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. അങ്ങനല്ലേ പോലീസ് FIR എഴുതുക? വീട്ടിലുണ്ട് എന്നുള്ളത് എപ്പോഴും ഒരു പ്രതി വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെയാണ്. പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം അനുസരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു എന്നുള്ളതാണ്. അതിൽ സാങ്കേതികമായ പ്രശ്നമില്ല. പക്ഷേ പ്രശ്നമുള്ളത് ഈ 41A കൊടുത്ത് മാന്യമായ അദ്ദേഹത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്നപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താമായിരുന്നു. അതിന് ഈ നാടകങ്ങൾ വേണ്ടിയിരുന്നു. ഒരു പകൽ സമയം മുഴുവൻ അതൊരു വാർത്തയുടെ മുന്നിലേക്ക്, ക്യാമറയുടെ മുന്നിലേക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഈ നാടകം സൃഷ്ടിച്ചത് എന്തിന് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷെ അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസിനെ ഭയന്നു തുടങ്ങിയിരിക്കുന്നോ പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മറുപടി പറയേണ്ടത് വി വസീഫാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നോ പിണറായി പോലീസ് എന്നാണ് ചോദ്യം. വി വസീഫ് നേരത്തെ ശ്രീകുമാർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി. യൂത്ത് കോൺഗ്രസിനെ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്ക് ഭയമായിരുന്നുവെന്ന ചരിത്രമാണ് ശ്രീകുമാർ പറയുന്നത്. ചരിത്രം ആവർത്തിക്കുകയാണോ? ഭയപ്പെട്ടു തുടങ്ങിയോ പുതിയ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ? അരുണേ, ഈ നിരീക്ഷകൻ ചോദിച്ച ചോദ്യം യൂത്ത് കോൺഗ്രസിന് ഭയമാണോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസിനെ ഈ നാടിന് ഇപ്പോൾ ഭയം ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നാണ് 2.5 കിലോ കഞ്ചാവ് പിടിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയായിട്ടുള്ള പത്തനംതിട്ടക്കാരൻ വ്യാജ രേഖകളുണ്ടാക്കി നിയമന തട്ടിപ്പ് നടത്തിയിട്ട് അറസ്റ്റിലാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹി കൊല്ലത്ത് റെയിൽവേ സാമഗ്രികൾ പിടിച്ചതിന്റെ പേരിൽ അറസ്റ്റിലാണ്. മലപ്പുറത്തെ തുവൂരിൽ ഒരു പെൺകുട്ടിയെ, ഒരു പാവം പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അന്വേഷണം ഊർജിതമാക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്. ആ മാർച്ചിന് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം വീട്ടിൽ സ്ത്രീയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരിക്കുന്നു. ഇങ്ങനെ കേരളത്തിലാകെ
എല്ലാ ക്രിമിനൽ പ്രവർത്തനത്തിന്റെയും നേതൃത്വമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി പട്ടികയിൽപ്പെട്ടവർ തന്നെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ സമൂഹത്തിനാണ് മിസ്റ്റർ ഈ യൂത്ത് കോൺഗ്രസിനെ പേടി. അല്ലാതെ ഈ തെരുവിലകത്ത് എന്ത് സമരത്തിനാണ്, എന്ത് കാലിക പ്രസക്തമായ മുദ്രാവാക്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്? ഇപ്പോൾ രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോവുകയാണ്. ഞങ്ങൾ DYFI രാജ്യത്തുടനീളം ഞങ്ങൾ ഉള്ളിടത്തെല്ലാം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, നിയമന നിരോധനത്തിനെതിരെയൊക്കെ വലിയ സമരവുമായിട്ട് മുന്നോട്ട് പോവുക. ഈ വരുന്ന ജനുവരി 20-ാം തീയതി കേരളത്തിലെ ജനങ്ങളെ ആകെ അണിനിരത്തുക. ഞങ്ങൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ തിരുവനന്തപുരം രാജ്ഭവൻ വരെ യുവജനങ്ങൾ അണിനിരന്ന് മനുഷ്യച്ചങ്ങല പിടിക്കുക. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ മുദ്രാവാക്യമാണ്. അതിന് റെയിൽവേ രംഗത്ത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയുണ്ട്. അതിൽ നിയമന നിരോധനത്തിനെതിരെയുണ്ട്. ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയുണ്ട്. രാജ്യത്താകമാനം ജനങ്ങളെ വിഭജിക്കുന്ന സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തിനെതിരെ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ പ്രതികരണമായി ഞങ്ങൾ DYFI സമര പ്രഖ്യാപനവുമായി സമരങ്ങളുമായി ഈ തെരുവിലുണ്ട്. എന്നാൽ എന്താണ് മുദ്രാവാക്യം എന്ന് പോലും അറിയാതെ നമ്മുടെ സംസ്ഥാനത്തെ നവകേരള സദസ്സിനോടനുബന്ധിച്ച് നടന്ന അക്രമങ്ങളിൽ നിങ്ങൾ പ്രതിഷേധിച്ച് കണ്ടില്ല? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അക്രമത്തിനൊന്നും ഞങ്ങൾ അനുകൂലമല്ല. ഞങ്ങൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്, ഒരു അക്രമത്തിനും നമ്മൾ നേതൃത്വം കൊടുക്കരുത്. ഈ അക്രമ പ്രവർത്തനങ്ങൾക്ക് ആര് നേതൃത്വം കൊടുത്താൽ, അത് യൂത്ത് കോൺഗ്രസ് ആകട്ടെ മറ്റേതെങ്കിലും സംഘടനയാവട്ടെ, ആരായാലും അക്രമത്തിന് നേതൃത്വം കൊടുക്കരുത്. പക്ഷെ ഇവിടെ കേരളത്തിൽ നോക്കൂ, നിങ്ങൾ ഷൂ എറിയുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് നേരെ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടുകയാണ്. ഇവരെന്ത് ചെയ്യുമെന്നറിയില്ല. വിമാനത്തിനകത്ത് പോലും കയറി അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് 3-4 പേരെ ഇറക്കി വിടുന്നവരായി ഇവർ മാറുക. സ്വന്തം സംഘടനാ തെരഞ്ഞെടുപ്പിന് ആളെ കൂട്ടി തെരഞ്ഞെടുപ്പ് നടത്താൻ ശേഷിയില്ലാത്ത ആളുകൾ 2-3 ആളെ വിലക്കെടുത്ത് കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുത്തി സമരത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്ന അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കേരളത്തിലെ സമൂഹത്തിന്. അല്ല അരുണെ, ഞങ്ങൾ കേരളത്തിൽ ഉടനീളം പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, അരുണെ, കാസർഗോഡ് നവകേരള മാർച്ച്, നവകേരള സദസ്സ് കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ട് ഒരു പ്രശ്നം ഇവരെ എവിടെയും ഒരു കരിങ്കൊടിയും കാണിച്ചിട്ടില്ല. ഇവർക്ക് അന്നൊന്നും അങ്ങനെ ഒരു മുദ്രാവാക്യമേ ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ ഒരു മുദ്രാവാക്യം വെച്ചോ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയോ ഇവർ സമരത്തിന് വന്നിട്ടില്ല. കണ്ണൂരിൽ ഏതോ കുറച്ച് പേര് പിന്നെ കേരളത്തിലാകെ ഞങ്ങൾ കരിങ്കൊടി കാണിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ എറണാകുളത്ത് എത്തിയപ്പോൾ ഷൂ എറിഞ്ഞപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഇനി ഞങ്ങൾ ഇതാ ഷൂ എറിയൽ സമരമാണ് എന്ന്. അങ്ങനെ ഓരോരുത്തർക്കും തോന്നുന്നതിനനുസരിച്ച് ഓരോന്ന് വിളിച്ചു പറയുകയും ഓരോന്ന് ചെയ്യുകയും ചെയ്യുന്ന വെറും ആൾക്കൂട്ടമായി ഈ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയമില്ലാത്തവരുടെ കൂട്ടമായി മാറുകയാണ്. ഇവർക്കൊരു നിലപാടില്ല, ഒരു സമരമുദ്രാവാക്യമില്ല, ഒന്നുമില്ല. എന്നിട്ട് വെറുതെ കുറെ ബഹളം വെച്ച് PR ഏജന്റിനെയും കനകോലുവിനെയും വെച്ച് നുണപ്രചരണങ്ങളുമായിട്ട് വരികയാണ്. ഈ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെതിരെ അവരുടെ അസ്വസ്ഥതകൾ തീർക്കാൻ, ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അസ്വസ്ഥതകൾ തീർക്കാൻ വേണ്ടി മാത്രം സമരവുമായി വരുന്നവരായി ഇവർ മാറുക. അല്ലാതെ ഒരു പറയുന്നുണ്ടോ? ഒന്നും ഞങ്ങള് ഒരു ഇവിടെ KPCC യോഗത്തിൽ എല്ലാവരും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അത് ആൽബം സോങ് ആയിട്ട് വരും, കഴുതയായി വരും, കുതിരയായി വരും. അത്തരം സോങ്ങുകളും അത്തരം മ്യൂസിക്കുമായിട്ട് മറുഭാഗവും PR-ലെന്നും മോശമൊന്നുമല്ല. ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളത് രാഹുലിനും ആത്മാർത്ഥമായിട്ട് അറിയാം. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭാവി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് കരുതി ആ അനുഭാവിയെ ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ പ്രാദേശിക പ്രവർത്തകരെ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ഈ കേരളത്തിലാകെ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കരുത്. സംസ്ഥാന സെക്രട്ടറിമാരായി മാറിയ പ്രസ്ഥാനത്തിന് മറ്റൊന്നും പറയാനില്ലാതെ വരുമ്പോൾ അക്രമം കാണിക്കുക. ആ അക്രമത്തിന്റെ പേരിൽ മുട്ടയ്ക്കുള്ളിൽ മുളകുപൊടി കൊണ്ടുവരിക, ഈ പോലീസിന്റെ ഫൈബർ ഷീറ്റ് അടിച്ചു തകർക്കുക, ഫൈബർ ലാത്തി തകർക്കുക, പോലീസുകാരന്റെ കൈ ഒടിക്കുക, 3 സെക്യൂരിറ്റി സ്റ്റാഫുകളെ പരിക്കേൽപ്പിക്കുക, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ അയ്യോ അറസ്റ്റ് രേഖപ്പെടുത്തിയേ എന്ന് നിലവിളിക്കുക. ഇത് വിചിത്രമാണ് എന്നാണ് ഫാത്തിമ തഹ്ലിയ. അല്ല, വസീഫ് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറിയും ശ്രീ സജി ചെറിയാനെ പോലെയുള്ള മന്ത്രിമാരും ഒക്കെ പറഞ്ഞതിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ അതേ അനുപാതത്തിൽ തന്നെയാണ് വസീഫ് ഒരു പത്തരമാറ്റ് CPM അല്ലെങ്കിൽ DYFI നേതാവിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. നേരത്തെ നിങ്ങൾ അദ്ദേഹത്തിന്റെ രാഹുൽ മാംകൂട്ടത്തിലിന്റെ ഡിസ്ചാർജ് സമ്മറിയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അതിലുള്ള പുച്ഛവും അവജ്ഞതയും അല്ലെങ്കിൽ അതിലുള്ള അവതരണവും ഒക്കെ
തീർത്തും വ്യക്തമാണ്. കേരള സമൂഹത്തിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ എനിക്ക് അത്ഭുതമായി തോന്നിയത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് പ്രതിപക്ഷം ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും വസീഫിന് വ്യക്തമല്ല. പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞത് ഞങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുകയാണെന്ന. നവകേരള സദസ്സിനകത്തേക്ക് പോയിട്ടല്ല പ്രതിഷേധങ്ങളൊന്നും നടന്നത്. എന്നാൽ മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ വസീഫ് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ല. ഞാൻ വസീഫ് അല്ലല്ല വസീഫിനോടല്ല എനിക്ക് മറുപടി പറയാനുള്ളത്. ഞാൻ സംസാരിക്കുന്നത് എനിക്ക് എന്റെ സമയം ഞാൻ അല്ലല്ല ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. അല്ല ഒരു മിനിറ്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന നവകേരള സദസ്സിൽ ആ ബസ് പോയ മ്യൂസിയത്തിൽ വെക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ബസ് പോയ വഴിയിൽ ഒറ്റയ്ക്കുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. പിന്നീട് എന്താ കാണുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലീസില്ലേ, നല്ല പത്തരമാറ്റി പോലീസാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞ പോലീസ് എന്താണ് കണ്ണൂരിൽ ചെയ്തത്? അവിടെ ഹെൽമെറ്റും ചെടിച്ചട്ടിയും എടുത്ത് അവിടെ പ്രതിഷേധിച്ചിരുന്ന ആളുകളുടെ തലമണ്ടയ്ക്ക് അടിക്കുമ്പോൾ നോക്കി നിന്നതാണ് നിങ്ങളുടെ പോലീസ്. വേണ്ട, കോഴിക്കോട് എത്തിയപ്പം കണ്ടത് എന്താ? നിങ്ങൾ ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞിട്ട് ഐ കാൻ ബ്രീത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ അമേരിക്കയിലുള്ള ഒരു സംഭവത്തിന് അതിന് പരിച്ഛേദം എന്നോണം ഇവിടെ എൻ്റെ കഴുത്തിൽ നിന്ന് വിടൂ, എനിക്ക് ശ്വാസം മുട്ടുന്നു എന്നൊരു യൂത്ത് കോൺഗ്രസ്സുകാരന് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും, അദ്ദേഹം അതിനു വേണ്ടിയിട്ട് അവസാനത്തെ വായുവിന് വേണ്ടി കേണപേക്ഷിച്ചിട്ടുണ്ട് എങ്കിലും അത് ഈ കേരളത്തിലെ പോലീസിന് മുന്നിലാണ് എന്ന് നിങ്ങൾ മറക്കരുത്. ഇനി ഈ പ്രതിഷേധങ്ങളൊക്കെ സ്വാഭാവികമാണ്. നേരത്തെ വസീഫ് പറഞ്ഞ പോലെ കേരളത്തിൽ ആദ്യമായിട്ടാണോ പ്രതിപക്ഷ സംഘടനകൾ സമരം ചെയ്യുന്നത്? ഇവിടെ സമരങ്ങൾ സ്വാഭാവികമാണ്. ജനാധിപത്യ മാർഗത്തിലാണ് സമരങ്ങൾ നടക്കുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് സമരം ചെയ്യാൻ വിഷയമുള്ളവര് അരുൺ ശ്രീ അരുൺ ഇവിടെ സമരം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് വരിക്കുമെന്ന് പറയുന്നതിൽ 100% അതിന് തയ്യാറാണ്. ഞങ്ങൾ ആന്റിസിപ്പേറ്ററിക്ക് പോലും പോകുന്നില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും സംഘവും ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അറസ്റ്റിനെ ഭയക്കുന്നവരല്ല UDFന്റെ പ്രവർത്തകർ, UDFന്റെ നേതാക്കന്മാർ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഇതാ ഞങ്ങൾ അറസ്റ്റിന് തയ്യാറാണെന്ന് പറയും. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ അറസ്റ്റ് ചെയ്തേ, ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലേ, രാവിലെ അറസ്റ്റ് ചെയ്തേ, വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തേ, അമ്മയുടെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തേ, എന്തിനാണ് നാടകങ്ങൾ? അതല്ല അരുൺ പ്രശ്നം, അതല്ല. ഇവിടെ കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ, സംസ്ഥാന അധ്യക്ഷനെ വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കൂറ്റം കേരളത്തിലെ പോലീസിനില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളുടെ, കൃത്യമായിട്ട് ക്ലിഫ് ഹൗസിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്തിനു വേണ്ടി എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവർ നടത്തിയിട്ടുള്ള നവകേരള സദസ്സിലെ അവസാനം ആളുകൾ പ്രാർത്ഥിക്കായിരുന്നു എങ്ങനെയെങ്കിലും ആ ബസ് തിരുവനന്തപുരത്ത് എത്തട്ടെ എന്ന്. എന്തുണ്ടായി? പരാതി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു കാസർഗോഡ് നിന്ന്. തൃശ്ശൂർ വിട്ടപ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ പരാതി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമത് ജനസമ്പർക്കാണെന്ന് പറഞ്ഞു. എന്ത് ജനസമ്പർക്കാണ് നമ്മൾ കണ്ടത്? കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് അകന്ന് കഴിയുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. പിന്നെ അതിനുശേഷം എന്താണ് നടക്കുന്നത്? PR വർക്കിലൂടെ അദ്ദേഹം ഈ കോവിഡ് സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് പണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന VS അച്യുതാനന്ദനോട് ഒരു പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? അന്നത്തെ പാർട്ടി സെക്രട്ടറി ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ രീതിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് കേരള ജനങ്ങളുടെ മുമ്പിലേക്ക് കാണുന്നത്. ആ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഗൂഢലക്ഷ്യങ്ങള്. അല്ലല്ല ഞാൻ എനിക്ക് അല്ല വസീഫിന് നിങ്ങൾ ഒരുപാട് സമയം കൊടുത്തു, ഒരുപാട് സമയം കൊടുത്തു. ഞാൻ പറഞ്ഞു കഴിയട്ടെ, എന്റേത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അല്ല വസീഫിന്റെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് കേരളത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പെൺകുട്ടിയെ നിങ്ങൾക്ക് ഈ പറയുന്ന നിലപാട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ നിലപാടാണോ? നിങ്ങൾ ഈ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിന്റെ നിലപാടാണോ? ഔദ്യോഗികമായി മുസ്ലിം ലീഗിന് ഈ നിലപാടില്ല തഹ്ലിയ.
അവരെവിടെയും ഈ കരിങ്കൊടി കാണിക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ പിന്നെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അരുണെ ഇത് നോക്ക്, കമാൻഡോ ഓപ്പറേഷൻ ഇന്നിറങ്ങിയ മനോരമയുടെ വാർത്തയായത്. ഞാൻ ടഹ്ലിയ നിങ്ങളോട് വെറുതെ വർത്തമാനം പറയാനില്ല. നിങ്ങൾ ഈ ഒഫീഷ്യലി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല സംസാരിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ വെറുതെ വായ തോന്നുന്നത് വിളിച്ചു പറയാ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി എവിടെയാണ് കരിങ്കൊടി കാണിച്ചത്? എവിടെയാണ് കരിങ്കൊടി കാണിച്ചത്? എവിടെയാണ് കരിങ്കൊടി കാണിച്ചത്? ഞാൻ ഇവിടെ പറഞ്ഞത് മുസ്ലിം ലീഗ് എവിടെയാ കരിങ്കൊടി കാണിച്ചത്? മുസ്ലിം ലീഗ് എവിടെയാണ് ഈ സമരത്തോടൊപ്പം ഉണ്ട്? ഈ സമരം തെറ്റാണ് എന്ന് പറഞ്ഞത്, ഈ പറയുന്ന സമരം ന്യായമാണ്, ഞങ്ങൾ ആ സമരത്തോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ഐതിഹാസികമായ മുന്നേറ്റമായിട്ടാ നവകേരള സദസ്സ് മാറിയത്. ഒന്നുമില്ലതായില്ല. നിങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയാ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നേതൃത്വത്തോട് നിങ്ങളെ ഒന്ന് അംഗീകരിക്കാൻ ഒറ്റ ചോദ്യം. 30 seconds. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. കോടതിയിൽ ജാമ്യം കിട്ടാൻ വേണ്ടി കരച്ചിൽ നടത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെ കുറിച്ചാണ് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ടത്. ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ, കോൺഗ്രസ് നേതാക്കളെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിച്ചു, പക്ഷേ ആരെയും ലഭ്യമായിരുന്നില്ല. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. Debate with Arun Kumar.